യഹോവ എന്നോട് പറഞ്ഞു, ഒരു വലിയ എഴുത്തുപലക എടുത്ത് അതിൽ ഒരു സാധാരണ എഴുത്തുകോൽ ഉപയോഗിച്ച് മഹേർ ഷലാൽ ഹാഷ്ബസ് എന്ന് എഴുതുക. നീ അങ്ങനെ ചെയ്തെന്ന് വിശ്വസ്തരായ സാക്ഷികൾ പുരോഹിതനായ ഊരിയാവും ജബേരേക്കയുടെ മകനായ സെഹരിയും എനിക്ക് എഴുതി തരട്ടെ. പിന്നെ ഞാൻ പ്രവാചകയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവൾ ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ എന്നോട് പറഞ്ഞു, അവന് മഹേർ ഷലാൽ ഹാഷ്ബസ് എന്ന് പേരിടുക. കാരണം അപ്പ, അമ്മേ എന്ന് അവൻ വിളിക്കാറാകുന്നതിന് മുമ്പ് തന്നെ ദമസ്കോസിലെ സമ്പത്തും ശമര്യയിൽ നിന്നുള്ള കൊള്ളവസ്തുക്കളും അസീറിയൻ രാജാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും. യഹോവ പിന്നെ എന്നോട് പറഞ്ഞു, മന്ദമായി ഒഴുകുന്ന ശീലോഹയിലെ ജലം ഉപേക്ഷിച്ച് ഈ ജനം ബ്രസീലിലും രമല്യയുടെ മകനിലും ആഹ്ലാദിക്കുന്നു. അതുകൊണ്ട് ഇതാ, യഹോവ അവർക്കെതിരെ യൂഫ്രട്ടീസ് നദിയിലെ നിറഞ്ഞൊഴുകുന്ന ജലപ്രവാഹത്തെ, അസീറിയൻ രാജാവിനെയും അയാളുടെ മഹത്വത്തെയും കൊണ്ടുവരുന്നു. അയാളുടെ തോടുകൾ നിറഞ്ഞൊഴുകും, അയാൾ കരകവിഞ്ഞൊഴുകും, അയാൾ യഹൂദയെ മൂടും. അല്ലയോ ഇമ്മാനുവേലേ, അയാൾ ദേശം മുഴുവൻ കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അയാൾ ചിറകുകൾ വിടർത്തി നിന്റെ ദേശത്തിന്റെ അതിരുകളെയും മൂടും. ജനങ്ങളെ ദ്രോഹം ചെയ്തു കൊള്ളൂ, പക്ഷേ നിങ്ങൾ തകർന്ന് ചിന്തിച്ചു തരും. ഭൂമിയുടെ വിദൂര ഭാഗങ്ങളിൽ നിന്നുള്ളവരെ കേൾക്കൂ, യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളൂ, പക്ഷേ നിങ്ങൾ തകർന്ന് ചിന്തിച്ചു തരും. യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളൂ, പക്ഷേ നിങ്ങൾ തകർന്ന് ചിന്തിച്ചു തരും. നിങ്ങൾ പദ്ധതി മെനഞ്ഞുകൊള്ളൂ, എന്നാൽ അത് വിഫലമാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞുകൊള്ളൂ, എന്നാൽ അത് പരാജയപ്പെടും. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ ജനത്തിന്റെ വഴികളിൽ ഞാൻ നടക്കാതിരിക്കാൻ യഹോവ തന്റെ ബലമുള്ള കൈ എന്റെ മേൽ വെച്ച് എനിക്ക് ഇങ്ങനെ മുന്നറിയിപ്പ് തന്നു. ഈ ജനം ഗൂഢാലോചന എന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ ഗൂഢാലോചന എന്ന് വിളിക്കരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടുകയോ നിങ്ങൾ പേടിച്ചു വിറയ്ക്കുകയോ അരുത്. സൈന്യങ്ങളുടെ അധിപനായ യഹോവ, ആ ദൈവത്തെയാണ് നിങ്ങൾ വിശുദ്ധനായി കാണേണ്ടത്. ആ ദൈവത്തെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ആ ദൈവത്തെ ഓർത്താൻ നിങ്ങൾ പേടിച്ചു വിറയ്ക്കേണ്ടത്.